കുറേ നാളുകളായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇത്. ഒന്ന്, എയർപോർട്ടിൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നൊന്ന് പറയാമോ എന്ന്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എയർപോർട്ടിൽ നമുക്ക് പറയാനൊന്നുമില്ല, അവർ പറയണത് ഇങ്ങോട്ട് കേൾക്കാനാണ് കൂടുതലും നമുക്കുള്ളത്, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മളത് കേൾക്കുക, നമ്മൾ അതനുസരിച്ച് ചെയ്യുന്നു. അതാണ് നമ്മളവിടെ ചെയ്യുന്ന ഒരു കാര്യം. എങ്കിലും ഞാൻ കുറച്ച് അവർ ചോദിക്കുന്ന കാര്യങ്ങളും അതിന് നമുക്ക് പറയേണ്ട മറുപടികളും ഞാനിപ്പോൾ തരാം. നിങ്ങളപ്പോൾ എയർപോർട്ടിലൊക്കെ യാത്ര ചെയ്യാൻ, അങ്ങനെ യാത്ര ചെയ്യാനുള്ളവരൊക്കെ തന്നെ എൻ്റെ ഒപ്പം തന്നെ ചേർന്ന് പഠിക്കുക, പറയുക. കാരണം ഇതേ അവിടെ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളത് പറയുക. ഓക്കെ, നമുക്കപ്പോൾ എയർപോർട്ടിലോട്ട് പോകാം. നമ്മളവിടെ ചെന്നിട്ട് അവിടെ നമ്മൾ അവരോട് പറയും, ഗുഡ് മോർണിംഗ്, ഐ ഹാവ് എ ഫ്ലൈറ്റ് ടു. എങ്ങോട്ടാണോ നിങ്ങൾ പോണത് അത് പറയുക. എങ്ങനെയാണ്? എനിക്ക് അങ്ങോട്ടേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട് എന്ന് പറയും. എങ്ങനെ പറയാ? ഐ ഹാവ് എ ഫ്ലൈറ്റ് ടു. ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് അറിയണതല്ലേ. അപ്പൊ പിന്നെ ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് പറയാൻ അറിയില്ല എന്നിങ്ങനെ വിചാരിക്കുമ്പോഴാണ് സെന്റൻസ് കിട്ടാണ്ട് പോണത്. ഐ ഹാവ് എ ഫ്ലൈറ്റ് ടു. മേ ഐ സീ യുവർ പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ് പ്ലീസ്. പാസ്പോർട്ടും ടിക്കറ്റും എന്ന് പറയും, അല്ലെ കാണിക്കുക എന്ന് പറയും, അല്ലെ? ഇതൊക്കെ നമ്മൾ ഇതൊന്നും കാണാതെ പഠിക്കണ്ട, നമുക്ക് അറിയുന്നതല്ലേ. മേ ഐ സീ യുവർ പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ്. മേ ഐ സീ യുവർ പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ് പ്ലീസ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഐ ഹാവ് എ ഫ്ലൈറ്റ് ടു. അവിടെ നിങ്ങൾ പോകാനുള്ള സ്ഥലം ചേർക്കുക. അതിനുശേഷം അവർ നമ്മളോട് പറയാണ് മേ ഐ സീ യുവർ പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ്. പാസ്പോർട്ടും ടിക്കറ്റും കാണിക്കുക എന്ന് പറയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പാസ്പോർട്ടും ടിക്കറ്റും നമ്മൾ നമ്മുടെ ബാഗിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് കൊടുക്കും, അല്ലെ? ഹിയർ യു ആർ, ഹിയർ യു ആർ, ഹിയർ യു ആർ. പഠിച്ചില്ലേ? അടുത്ത ചോദ്യം എന്താ അവർ നമ്മളോട് ചോദിക്കുന്നത്? ഡു യു ഹാവ് എനി ലഗേജ് ടു ചെക്ക് ഇൻ? ചെക്ക് ഇൻ ചെയ്യാൻ ലഗേജ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ലഗേജ് ഉണ്ടോ? ഡു യു ഹാവ് എനി ലഗേജ് ടു ചെക്ക് ഇൻ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ. ഡു യു ഹാവ് എനി ലഗേജ് ടു ചെക്ക് ഇൻ? അപ്പൊ എനിക്ക് ലഗേജ് ഉണ്ട്, എനിക്ക് ഒരു ബാഗ് ഉണ്ട് എങ്ങനെ പറയുക? യെസ് ഐ ഹാവ് വൺ സൂട്ട് കേസ്. എനിക്കൊരു സൂട്ട് കേസ് ഉണ്ട്. യെസ് ഐ ഹാവ് വൺ സൂട്ട് കേസ്. അപ്പൊ അവർ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഡു യു ഹാവ് എനി ലഗേജ് ടു ചെക്ക് ഇൻ? യെസ് ഐ ഹാവ് വൺ സൂട്ട് കേസ്. യെസ് എനിക്കൊരു സൂട്ട് കേസ് ഉണ്ട്. അപ്പൊ എന്താ അവർ പറയുക? നിങ്ങൾ പോകുന്നവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്കൊരു സൂട്ട് കേസ് ഉണ്ടെന്ന് പറയുമ്പോൾ അവരെന്ത് നമ്മളോട് പറയും? പ്ലീസ് പ്ലേസ് യുവർ സൂട്ട് കേസ് ഓൺ ദ സ്കെയിൽ, അല്ലെ? അവിടെ ആ സൂട്ട് കേസ് വെക്കാൻ പറയും. പ്ലീസ് പ്ലേസ് യുവർ സൂട്ട് കേസ് ഓൺ ദ സ്കെയിൽ. ഇതാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും ഇനി കിട്ടിയില്ല, ആ സാഹചര്യങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാലോ. പ്ലീസ് പ്ലേസ് യുവർ സൂട്ട് കേസ് ഓൺ ദ സ്കെയിൽ എന്ന് പറയും. ഇനി അവർ നമ്മളോട് എന്താ ചോദിക്കേണ്ടത്? വുഡ് യു ലൈക്ക് ടു വിൻഡോ സീറ്റ് ഓർ അനേഴ്സൽ സീറ്റ്? വിൻഡോ സീറ്റ് വേണോ? അതൊക്കെ നമുക്ക് അറിയണതല്ലേ. ആ ഇടയിലുള്ള സീറ്റ് വേണോ എന്നിങ്ങനെ ചോദിക്കുക. വുഡ് യു ലൈക്ക് ടു വിൻഡോ സീറ്റ് ഓർ അനേഴ്സൽ സീറ്റ്, അല്ലെ? ഏത് സീറ്റാ വേണ്ടത്? അപ്പൊ നമ്മൾ പ്രിഫർ ചെയ്യുക എന്ത് തന്നെയാണ്? വിൻഡോ സീറ്റ് തന്നെയാണ്. അപ്പൊ ആ ഒരു സെക്ഷൻ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇവിടെ സംശയമുള്ള ഒരു സെന്റൻസ് നമുക്കില്ല. ക്ലിയർ ആയില്ലേ? അവർ നമ്മളോട് ചോദിക്കേണ്ടത് എന്താണ്? നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും അവർ ചോദിക്കും. എങ്ങനെയാ അപ്പൊ അവർ ചോദിക്കുന്നത്? മേ ഐ സീ യുവർ പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ്. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് ചോദിക്കുന്ന ലഗേജ് ഉണ്ടോ? ഡു യു ഹാവ് എനി ലഗേജ് ടു ചെക്ക് ഇൻ? ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും, ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ പറയും അത് പ്ലേസ് ഓൺ യുവർ ലഗേജ് സ്കെയിലിൽ വെക്കാൻ വേണ്ടി പറയും. ഇനി വേറെ എന്താ അവർ പറയേണ്ടത്? നിങ്ങൾക്ക് ഏത് സീറ്റാ വിഡ് യു ലൈക്ക്? അത് അവർക്ക് പല രീതിയിൽ അവർ ചോദിക്കും. അപ്പൊ അത് കേട്ട് നിങ്ങളങ്ങ് പറഞ്ഞാൽ, മറുപടി പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അത് വിൻഡോയോ ഏതാ സീറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവർ നമുക്ക് എന്താ തരുന്നത്? നമ്മുടെ ബോർഡിംഗ് പാസ് തരും, അല്ലെ? എന്നിട്ട് അവിടെ എവിടെയാണ് എന്നുള്ളത് നമ്മളോട് പറയും. അതെങ്ങനെയാ പറയുക? ഇതൊന്നും നമ്മളിങ്ങനെ കാണാതെ പഠിക്കേണ്ടതൊന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്, എയർപോർട്ട് കോൺവെർസേഷനിൽ കൂടുതലും അവരിങ്ങോട്ട് സംസാരിക്കുക ചെയ്യുന്നത്. നമ്മളത് കേട്ടിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അവർ നമുക്ക് ബോർഡിംഗ് പാസ് തരും. അതെങ്ങനെ പറഞ്ഞു തരും? അവർ നമ്മുടെ കയ്യിൽ ഹിയർ ഈസ് യുവർ ബോർഡിംഗ് പാസ്, യുവർ ഗേറ്റ് നമ്പർ ഈസ് എത്രയാണോ അത് പറയും. ഹിയർ ഈസ് യുവർ ബോർഡിംഗ് പാസ്, യുവർ ഗേറ്റ് നമ്പർ ഈസ് എത്രയാ അത് പറയും. അപ്പൊ നമ്മളത് വാങ്ങിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. ക്ലിയർ? ഇനി നമ്മൾ സെക്യൂരിറ്റി, അങ്ങനെ അവിടെ സെക്യൂരിറ്റിക്ക് വേണ്ടി ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത് എന്താണ്? ആ കൺവെയർ ബെൽറ്റിലോട്ട് നമ്മുടെ ഇതെല്ലാം വെക്കാൻ പറയും. അപ്പൊ അതെങ്ങനെയാ പറയുക? നിങ്ങൾ തന്നെ ഒന്ന് പറയും. എങ്ങനെ പറയുക? പ്ലീസ് പ്ലേസ് യുവർ ക്യാരി ഓൺ ലഗേജ് ഓൺ ദ കൺവെയർ ബെൽറ്റ്, അല്ലെ? എങ്ങനെ പറയുക? പ്ലീസ് പ്ലേസ് യുവർ ക്യാരി ഓൺ ലഗേജ് ഓൺ ദ കൺവെയർ ബെൽറ്റ്. അവിടെ ബെൽറ്റിൽ, അവിടെ ആ ഒരു ഇതിൽ
ഈ ലഗേജ് വെക്കാൻ വേണ്ടി നമ്മളോട് പറയും. ഇവിടെ നമുക്കൊന്നും മിണ്ടേണ്ട കാര്യമില്ല. അടുത്തത് എന്താ അവർ നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ബാഗിൽ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തു മാറ്റുക എന്ന് പറയും. അതെങ്ങനെയാ പറയുന്നത്? അപ്പോൾ പ്ലീസ് റിമൂവ് എനി ഇലക്ട്രോണിക്സ് ഡിവൈസ് ഫ്രം യുവർ ബാഗ്, അല്ലെ? പ്ലീസ് റിമൂവ് എനി ഇലക്ട്രോണിക്സ് ഡിവൈസ് ഫ്രം യുവർ ബാഗ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ട്? ഒന്നുമില്ല. അതെന്താണോ അത് നമ്മൾ എടുത്ത് മാറ്റുക, ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അതവിടെ കഴിഞ്ഞു. ഇനി എന്താ അവർ പറയുന്നത്? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിലൂടെ നടക്കണം, മെറ്റൽ ഡിറ്റക്ടറിലൂടെ. അപ്പൊ അവർ നമ്മളോട് പറയും, എന്താ പറയുന്നത്? പ്ലീസ് വോക്ക് ത്രൂ ദ മെറ്റൽ ഡിറ്റക്ടർ. പ്ലീസ് വോക്ക് ത്രൂ ദ മെറ്റൽ ഡിറ്റക്ടർ. അതിൽ കൂടി നമ്മളോട് പോകാൻ വേണ്ടി പറയും. ഇവിടെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടല്ലോ, അവർ പറയുന്ന ഇതൊക്കെ നമ്മൾ കേൾക്കുന്നു, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അതെല്ലാം കടന്നു, നമ്മൾ അവിടെ ആ ഗേറ്റിന്റെ അവിടെ എത്തിയിട്ട് നമ്മൾ ചോദിക്കേണ്ടത് എന്താണ്? ഈ നമ്പറിലുള്ള ഫ്ലൈറ്റിന്റെ ഗേറ്റ് ഇതാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അത് നിങ്ങൾ ചോദിക്കൂ. ഈസ് ദിസ് ദ ഗേറ്റ്, അല്ലെ? ഈസ് അല്ലേ, ആണോന്നല്ലേ നമുക്ക് ചോദിക്കേണ്ടത്. ഈസ് ദിസ് ദ ഗേറ്റ് ഫോർ ദ ഫ്ലൈറ്റ് നമ്പർ പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, അങ്ങോട്ട് പോകേണ്ട ഫ്ലൈറ്റിന്റെ ഗേറ്റ് ഇതാണോ? ഈസ് ദിസ് ദ ഗേറ്റ് ഫോർ ഫ്ലൈറ്റ് നമ്പർ ഏതാണോ അത് പറയുക. ഈസ് ദിസ് ദ ഗേറ്റ് ഫോർ ദ ഫ്ലൈറ്റ് നമ്പർ പറയുക, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പറയുക. അന്നേരം അവർ പറയുക യെസ്, നമ്മൾ നിൽക്കുന്നത് കറക്റ്റ് പ്ലേസിലാണ്. അപ്പൊ അവരെന്തെന്ന് പറയും? യെസ് ഇറ്റ് ഈസ്. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ അവർ നമ്മളോട് വീണ്ടും എന്തെന്ന് പറയും? നിങ്ങളുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും ഒക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കാൻ വേണ്ടി പറയും. അതെങ്ങനെയാ പറയുക? പ്ലീസ് ഹാവ് യുവർ ബോർഡിംഗ് പാസ് ആൻഡ് പാസ്പോർട്ട് റെഡി. പ്ലീസ് ഹാവ് യുവർ ബോർഡിംഗ് പാസ് ആൻഡ് പാസ്പോർട്ട് റെഡി. ഇതൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുക. പ്ലീസ് ഹാവ് യുവർ പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ് റെഡി എന്ന് നമ്മളോട് പറയും. അപ്പൊ നമ്മൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ചോദിക്കണം, ഫ്ലൈറ്റ് താമസിച്ചിട്ടാണോ? എങ്ങനെ ചോദിക്കുക? ഈസ് ദീസ് ഫ്ലൈറ്റ് ഡിലേഡ്? ഫ്ലൈറ്റ് താമസിച്ചിട്ടാണോ? ഈസ് ദീസ് ഫ്ലൈറ്റ് ഡിലേഡ് ആണോ എന്ന് ചോദിക്കും. ഇതില് എനിക്ക് തോന്നുന്നില്ല, നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ കാരണമാണ് നമുക്ക് കോൺവെർസേഷൻ ഉണ്ട്, സംസാരിക്കേണ്ടി വരുന്നതുണ്ട് എന്നൊക്കെയുള്ള ഒരു പേടി വരുന്നത്. അങ്ങനെയില്ല, അങ്ങനത്തെ ഒരു കാര്യമില്ല. കാരണം അവർ പറയണത് നമ്മൾ കേൾക്കുന്നു, അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അവർ പറയണത് ക്ഷമയോടെ കേൾക്കണം. ഞാൻ അതിനാണ് ഇപ്പൊ ഒരു ലിങ്ക് തരാം. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് തരാം, കേട്ടിട്ട് വേണം നിങ്ങൾ പോകാൻ. അവർ പറയുന്നത് എന്താണ്, അത് ക്ഷമയോടെ കേൾക്കണം, എന്നിട്ട് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ഇനി നമ്മൾ അവിടെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എന്താ ചോദിക്കേണ്ടതെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. അവിടുന്ന് നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു. അപ്പൊ നമുക്ക് വില എത്രയാണെന്ന് ചോദിക്കണ്ടേ? എങ്ങനെ ചോദിക്കുന്നേ? ഹൗ മച്ച് ഈസ് ദീസ്? ഹൗ മച്ച് ഈസ് ദീസ്? ക്യാൻ ഐ പേ വിത്ത് എ ക്രെഡിറ്റ് കാർഡ്? ക്യാൻ ഐ പേ വിത്ത് എ ക്രെഡിറ്റ് കാർഡ്? അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, എങ്കിലും നമുക്ക് ചോദിക്കണമെങ്കിൽ നമ്മൾ ചോദിക്കുക ക്യാൻ ഐ പേ വിത്ത് എ ക്രെഡിറ്റ് കാർഡ്? അങ്ങനെ ചോദിക്കുക. നമ്മൾ സാധനം വാങ്ങിക്കുക, പോരുക. ഇത്രയേ ഉള്ളൂ അവിടുത്തെ ഒരു കാര്യം. ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദാഹിച്ചിരിക്കണ്ട, എങ്ങനെ ചോദിച്ചാൽ മതി, നമുക്കറിയാലോ ചോദിക്കാൻ. പിന്നെ എന്താ ചോദിക്കാൻ പേടി? നിങ്ങൾ ചോദിക്കേ. ക്യാൻ ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ്? ക്യാൻ ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ്? അല്ലേ? അങ്ങനെ ചോദിച്ചാൽ മതി. വേർ ഇസ് ദ റെസ്റ്റ് റൂം? അങ്ങനെ ചോദിച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പൊ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മുടെ ലഗേജ് വരുന്നത് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അത് ചോദിക്കണം. അതെങ്ങനെയാ അപ്പൊ ചോദിക്കേണ്ടത്? Where can I find my luggage? Where can I find my luggage? നമുക്ക് സ്ട്രക്ചർ അറിയത്തില്ലേ? WH വേർഡ്, ഓക്സിലറി, സബ്ജക്റ്റ്, വെർബ്. Where can I find my luggage? ക്ലിയർ ആയില്ലേ? ഇത് ഇത്ര പേടിക്കാനുള്ളൊരു കാര്യമാണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. പിന്നെ നമ്മൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എയർപോർട്ടിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ സെന്റൻസിന്റെ കൂടെ ഈ പ്ലീസ് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ എക്സ്ക്യൂസ് മീ ഇതൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും എയർപോർട്ടിലൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നമ്മുടെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകാനിരിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.